കുറച്ച് ലൈവ് കണ്ടപ്പോൾ രേണു ഒന്നിലും കോർപ്പറേറ്റ് ചെയ്യണത് കണ്ടില്ല. എന്ത് പറ്റിയെന്ന് വിചാരിച്ചു. കാരണം ഗാർഡൻ ഏരിയയിലുള്ള ഗെയിം സെക്ഷനൊന്നും ആൾ സൈലൻ്റ് ആയിട്ടാണ് ഇരുന്നിരുന്നത്. ആക്ച്വലി അപ്പം ഞാൻ വിചാരിച്ചു രേണു എന്താ ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതായിരുന്നു. രേണു ആസ് എ പേഴ്സൺ ടാസ്ക് നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ സംസാരിച്ച് നിൽക്കാൻ പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അതേപോലെ തന്നെ എക്സ്ട്രീം നെഗറ്റിവിറ്റി ഫേസ് ചെയ്തിട്ടാണ് ഈ രേണു എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ ഉള്ളിലോട്ട് പോയിരിക്കുന്നത്. കാരണം സൈബർ ബുള്ളിങ്, സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ് എങ്ങനെ ഫേസ് ചെയ്യാമെന്നും ബിഗ് ബോസിൻ്റെ ഉള്ളിലോട്ട് കയറി നിൽക്കുമ്പോൾ സൈബർ ബുള്ളിങ്ങിൻ്റെ അത്രയും ഒരു എക്സ്ട്രീം ഹെക്റ്റിക് ആയിട്ടുള്ള വിഷയങ്ങൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എന്തായാലും വരാൻ പോകുന്നില്ല. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സൈബർ ബുള്ളിങ് ഒറ്റയ്ക്ക് ഇത്രയും നാളും ഇവിടെ നിന്ന് ഫേസ് ചെയ്ത് ബിഗ് ബോസ് വരെ എത്തിയ ലേഡി, അതാണ് ആ വ്യക്തിക്കുള്ള ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ട് അതിനെ ഒരു രീതിയിൽ പോലും തളർത്താതെ പിടിച്ചു നിന്ന് അങ്ങനെയാണ് ബിഗ് ബോസിലോട്ട് വന്നത്. സോ മറ്റ് കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം രേണു സ്ട്രോങ് തന്നെയാണ്. കാരണം ഇതെല്ലാം ബീറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യം ചെറുതൊന്നുമല്ല. പിന്നെ ഇവര് ഒരു ഒരു ഈസി ടാർഗറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നു അവരെല്ലാം ട്രീറ്റ് ചെയ്യുന്നത് രേണുവിനെ. കാരണം ചെറിയ കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് ആ ഒരു എല്ലാവരും അങ്ങോട്ട് കയറി അപ്രോച്ച് ആയിട്ടില്ല. ഇപ്പം എല്ലാവരും അന്വേഷണത്തിൻ്റെ പുറകെയാണ്. എന്നാൽ പോലും രേണുവിനെ ഒരു ഈസി ടാർഗറ്റായിട്ട് എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ നെഗറ്റീവായിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. ഇപ്പം ഇന്നലെ തന്നെ ശരത്തപ്പാനി തലവാനിൻ്റെ പ്രശ്നം ഉണ്ടാക്കിയത് മിണ്ടാണ്ടൊരു മൂലയ്ക്ക് ഇരുന്ന വ്യക്തിയെ പിടിച്ച് ക്യാമറയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ടാണ് ആ സ്പേസ് ഉണ്ടാക്കിയ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത്. അതും തലവേദനയുടെ പേരും പറഞ്ഞുകൊണ്ട്. പുറത്ത് ഇത്രയും പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ കിച്ചുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതേപോലെ എല്ലാവർക്കും അറിയാം ഒരുപാട് കാര്യങ്ങൾ കോൺട്രവേഴ്സീസ് ആൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫേസ് ചെയ്ത ഇഷ്യൂസിനൊക്കെ വച്ച് നോക്കുമ്പോൾ അകത്ത് രേണുവിന് ഈ തലവേദന ഇഷ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു സംഭവം മാത്രമാണ്. അതിനകത്തേക്ക് വലിയ ബീപ്പൊന്നും അടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഭയങ്കര ഒരു അടിച്ചു കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും തലവേദനയുടെ ഇഷ്യൂവിൽ വന്നപ്പോൾ അവിടെ ആൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കറ്റാറിന് ഉൾക്കൂട്ടി പേടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ളൊരു സിറ്റുവേഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അകത്തുള്ളവർ മനസ്സിലാക്കുന്നില്ല. കാരണം അവിടെ ഇവരുണ്ടാക്കുന്ന ഇഷ്യൂസിനേക്കാളും വലുത് താണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു പോസ്റ്റ് കണ്ടത് അത് ഭയങ്കര സങ്കടം ഉണ്ട് എനിക്ക് പറയാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ദാരിദ്ര്യത്തിൻ്റെ എക്സ്ട്രീം വേർഷൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ എന്തിനാണ് ഇതെടുത്ത് പറയുന്നത്? കണ്ടന്റ് ദാരിദ്ര്യം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിതെടുത്ത് സംസാരിക്കുന്നത്. എനിക്കല്ല, ചില ആളുകൾക്ക്. ഒരു പർട്ടിക്കുലർ ചാനൽ എടുത്തുകൊണ്ട് ഇട്ടിരിക്കുന്ന പോസ്റ്ററാണ് ഇത്. കിച്ചു രേണുവിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് ഒരു പോസ്റ്റ് പോലും ഇട്ടില്ല എന്നുള്ളത്. ഒരു വ്യക്തിയുടെ അയാൾ പോസ്റ്റ് ഇട്ടില്ല, അല്ലെങ്കിൽ ഒരു പിക്ക് ഇട്ടില്ല, അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ പ്രാവശ്യം 100K ആയിട്ട് രേണു ഒന്ന് സെലിബ്രേറ്റ് പോലും ചെയ്തില്ല. അതിന് രേണു നമ്മുടെ ചായ് ടോക്സ് ഇപ്പോൾ വായ്പ കൂട്ടുന്ന പോഡ്കാസ്റ്റിൽ വന്നിട്ട് ഓൾറെഡി മറുപടി തന്നിരുന്നു. ഷീ ഡോണ്ട് വാണ്ട് ടു നാട്ടുകാരെ അറിയിച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ കിച്ചു രേണുവിനെ സംബന്ധിച്ച് ഒരു പോസ്റ്റ് ഇടുന്നില്ല. അത് അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ആ കുട്ടിക്ക് അപ്പോൾ പോസ്റ്റ് ഇടാൻ തോന്നിയിട്ടുണ്ടാവില്ല, തിരക്കിയിട്ടുണ്ടാവില്ല. തിരക്കായിരിക്കും, പല റീസൺസും ഉണ്ടാവും. അല്ലെങ്കിൽ ഗെയിം തുടങ്ങിയിട്ടല്ലല്ലോ, കുറച്ചുകൂടി കൈയ്യട്ടെ എന്നുള്ള രീതിയിലായിരിക്കും. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് റീസൺസ് ഉണ്ട്. ഈ പോസിറ്റീവ് റീസൺസിനൊക്കെ ഹൈഡ് ചെയ്തിട്ട് ഇവർ തമ്മിൽ എന്തോ ഇഷ്യൂ ആണ്, അതുകൊണ്ട് രേണുവിൻ്റെ പോസ്റ്റ് ഇടാത്തതാണെന്നുള്ള രീതിയിൽ വളരെ ദാരിദ്ര്യം പിടിച്ച ചാനൽസിനെയാണെങ്കിലും ഒരു കണ്ടന്റ് പുറത്തേക്ക് വിടുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ ഒരു എത്തിക്സിനെയൊക്കെ മറന്നിട്ട് ഈ വക കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എടുത്തിടുന്നത് ഓഫ് കോഴ്സ് രേണു കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഹോസ്റ്റലിൽ വന്നാൽ അവിടെ ഹൈപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ആ രണ്ട് വ്യക്തികളുടെ പോസ്റ്റർ വരുമ്പോൾ ആ വരുന്ന കണ്ടന്റിന് എത്രത്തോളം റീച്ച് ഉണ്ട്, എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ആളുകൾ വിലയിരുത്തുക. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കണ്ടന്റ് ദാരിദ്ര്യത്തിനെ ഹൈലൈറ്റ് ചെയ്ത് അവിടെ തന്നെ ഒരുപാട് കമൻസ് വരും. ഇപ്പോൾ ഈ പോസ്റ്റർ താഴെ തന്നെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. സോ കുത്തിത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം, അത് പോസ്റ്റ് ഇട്ടില്ല, അതൊന്നും ഇത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഇത് ഗെയിം തുടങ്ങിയിട്ട് 3 ദിവസമായിട്ടുള്ളൂ, ഇനിയും സമയം അങ്ങോട്ട് കിടക്കുന്നുണ്ട്. മേ ബി കിച്ചുവിന് പോസ്റ്റ് ഇടാൻ തോന്നിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലും പല റീസൺസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിന്ന് പിച്ചിന്നുള്ളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ തൊട്ട് അങ്ങ് എക്സ്ട്രീം ആകാശം ഇടിഞ്ഞ് വീഴും എന്നുള്ള പ്രശ്നം വരെ ഫേസ് ചെയ്ത് പോയ രേണുവിൻ്റെ അടുത്തേക്ക് അവിടെ ചെന്ന് തലവേദനയുടെ വിഷയം വന്ന് തമ്മിൽ ഉണ്ടാക്കുന്ന കണ്ടസ്റ്റൻസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന രേണു എന്ന് പറയുന്ന ഒപ്പോണന്റിനെ ബീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴും അങ്ങോട്ട് റീച്ച് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.